ഭൂമിയുടെ വിസ്തീർണം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിൽ ഇടവിള കൃഷി ഉൽപാദന രംഗത്ത് വൻ സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ വിളകൾ നിറഞ്ഞ ദിലീപിന്റെ കൃഷിത്തോട്ടത്തിൽ ഇടവിളയായി ചെയ്ത ഇഞ്ചി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. വേലൂർ കിരാലൂർ പെരുമ്പിള്ളിപ്പാട്ട് ഫൈസലിന്റെ പാട്ടത്തിനെടുത്ത 10 ഏക്കർ കൃഷിയിടത്തിൽ മറ്റു വിളകളോടൊപ്പമാണ് ഇഞ്ചി കൃഷി ചെയ്തത്. 10 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 5 ക്വിന്റൽ വരെ ഇഞ്ചി ലഭിക്കുമെന്നും ദിലീപ് കുമാർ പറയുന്നു. തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ കൃഷിത്തോട്ടങ്ങളിൽ ലാഭകരമായി ഇഞ്ചി കൃഷി ചെയ്യാവുന്നതാണ്. ഇതുവഴി ജലസേചനം, വളപ്രയോഗം എന്നിവ ഒരു വിളയ്ക്ക് ചെയ്താൽ മതിയാകുമെന്നതാണ് പ്രധാന ഗുണം. ഇടവിളയായതിനാൽ തോട്ടത്തിലെ പുല്ലുവളർച്ചയും തടയാൻ കഴിയും. തോട്ടത്തിൽ 1/2 ഏക്കർ സ്ഥലമാണ് കൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. രോഗപ്രതിരോധ ശേഷിയും ഉൽപാദന മികവുമുള്ള വയനാടൻ ചുക്കുമാരൻ ഇഞ്ചി വിത്താണ് കൃഷിക്കായി തിരഞ്ഞെടുത്തത്. തൂക്കണ്ട് ഇതിന് നമ്മൾ ഈ ഇഞ്ചിയാണ് നമ്മൾ നടുന്നത്. ഈ കഷ്ണം നട്ടിട്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഇത്ര ഇഞ്ചി കിട്ടിയത്. അപ്പോൾ ഇത് വലിയൊരു ലാഭമുള്ളൊരു കൃഷിയാണ്. തികച്ചും ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. ചാണകപ്പൊടി, കോഴിക്കാഷ്ടം, കടല, വേപ്പിൻ പിണ്ണാക്കുകൾ, എല്ലുപൊടി എന്നിവയാണ് പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയായതിനാൽ ജലനഷ്ടം കുറയ്ക്കാനുമായി. തോട്ടത്തിൽ വിവിധ ഇനം വാഴകൾ 3.5 ഏക്കറിലും മറ്റ് സ്ഥലത്ത് ചേന, കാച്ചിൽ, മഞ്ഞൾ, പൊടിക്കിഴങ്ങ്, തണ്ണിമത്തനടക്കം വിവിധ വിളകളാണ് കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷി ലാഭകരമാക്കുക എന്നതിനോടൊപ്പം ഇഞ്ചി കൃഷിയിലേക്ക് കൂടുതൽ കർഷകരെ ആകർഷിച്ച് ഉൽപാദന തോത് വർദ്ധിപ്പിക്കുക എന്നതും ഇടവിള കൃഷിയിലൂടെ ദിലീപ് ലക്ഷ്യം വയ്ക്കുന്നു. ഒരു 4 ക്വിൻ്റൽ 5 ക്വിൻ്റലിൻ്റെ മേലെ ഇഞ്ചി ചെറിയ തോതിൽ നോക്കിയാൽ കിട്ടും. നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതായത് ഈ സാധനം ഈ ഒരു കഷ്ടത്തിൽ നിന്നാണ് ഇത്രയും കിട്ടുന്നത്. അപ്പോൾ അതൊരു വലിയൊരു നേട്ടമല്ലേ. വാണിജ്യാടിസ്ഥാനത്തിൽ ഇഞ്ചി കൃഷി ചെയ്ത് വിജയഗാഥ രചിച്ച വേലൂർ മച്ചിങ്ങൽ ദിലീപ് കുമാറിന് കൃഷി എന്നും ജീവവായു കൂടിയാണ്.